മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യയനായിരുന്ന നാളുകൾ ഇനി വെറും ഓർമ്മ ദിനമായി തീരുമോ? അദ്ദേഹത്തിനെ CPM പതിയെ ഒഴിവാക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന്റെ പടിയിറക്കം പാർട്ടിയിൽ നിന്ന് ഉടൻ പ്രതീക്ഷിക്കാമോ? ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാല് ഇത് അദ്ദേഹത്തിന്റെ ആളുകൾ എന്നാലും പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ. അയാളെ വാസ്തവത്തിൽ എന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകന്മാരും ഇതിനകത്ത് നിലവാരമുള്ള ജനാധിപത്യ ബോധമുള്ള ഓരോ പാർട്ടി പ്രവർത്തകരുടെ നേതാവും ആലോചിക്കുക, ഇയാൾ ഈ പാർട്ടിയുടെ മേലെ അധികാരം സ്ഥാപിച്ചിരിക്കുന്ന നിമിഷം തൊട്ട് വാസ്തവത്തിൽ ആ പാർട്ടിക്ക് ഭീതിയുടെ നാളുകളും ശാപത്തിന്റെ നാളുകളുമാണ് ഇയാൾ സമ്പാദിച്ചത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ നമ്മൾ വിലയിരുത്തുകയോ നിരീക്ഷിക്കുകയോ നോക്കിക്കാണുകയോ ചെയ്യുമ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന ഏക നിഗമനം ഇത് തീർച്ചയായും ഈ വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എതിരായുള്ള അയാൾ കേരളത്തിലെ പൊതുമനസ്സിനകത്ത് നിർമ്മിച്ചിട്ടുള്ള ട്രോമക്ക് എതിരായി വന്നിട്ടുള്ള അത്യുജ്വലമായ തെരഞ്ഞെടുപ്പ് വിജയമാണ് ഈ സംഭവം. ഇതാണ് അതിന്റെ വാസ്തവത്തിൽ അതിന്റെ ചുരുക്കം. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ്. സംഭവിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇയാളായി പരകായ പ്രവേശം നേടാനാണ് അല്ലെങ്കിൽ ലഭിക്കാനാണ് ഇതിനകത്തുള്ള ഓരോ ആളും മത്സരിച്ചത്. ഈ പാർട്ടിയുടെ ലീഡർഷിപ്പിനകത്തുള്ള ആൾ തൊട്ട് സാധാരണ ഒരു ബ്രാഞ്ച് സെക്രട്ടറി വരെ ആഗ്രഹിച്ചത് ഇയാളായി പരകായ പ്രവേശം ചെയ്യാനാണ്. അത് വസ്ത്രരീതിയിലാവട്ടെ, നടത്തത്തിലാവട്ടെ, ഭാഷയിലാവട്ടെ, ബോഡി ലാംഗ്വേജിലാവട്ടെ, എന്ത് കാര്യത്തിനകത്തും ഇയാളായി പരകാശ പ്രവേശനം ചെയ്യാം. ഇതിങ്ങനെ ചെയ്യാൻ മാത്രം കൊണ്ടായിരിക്കുന്ന ഒരു അസംബന്ധം ഇയാൾ അത് ബോധപൂർവ്വം നിർമ്മിച്ചെടുത്തതാണ്. എന്തിനു വേണ്ടി എന്നുള്ളതാണ്. തന്റെ മനസ്സിനകത്ത് തന്റെ ചിന്ത, തന്റെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത, നമ്മുടെ ബോധത്തിനകത്ത് എത്രമാത്രം രോഗാതുരമായ പുഴുക്കൾ തുരിക്കുന്ന ചിന്തയാണോ ആ മനുഷ്യൻ തലയിൽ പോരുന്നത്, അത് ഈ പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന മുഴുവൻ പാർട്ടി സഖാക്കളുടെയും മേൽ അടിച്ചേൽപ്പിക്കാനാണ്. അതുകൊണ്ടാണ് ഇവർ ഓരോരുത്തരും ഇയാളായി മാറാൻ ശ്രമിച്ചത്. അങ്ങനെ മാറാൻ ശ്രമിച്ചതിന്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ അയാൾ ഉപയോഗിക്കുന്ന ഭാഷയും അയാൾ ഉപയോഗിക്കുന്ന ജീവിത രീതിയും അയാൾ കാണുന്ന പുച്ഛവും അയാൾ കാണുന്ന അറപ്പും വെറുപ്പും ഇതെല്ലാം ഇവര് സ്വയമേവ ആർജിച്ചെടുത്തു. ഫലം എന്താണെന്നറിയോ? ജനങ്ങളിൽ നിന്ന് ഇവർ സമ്പൂർണ്ണമായി അകന്നു. അങ്ങനെ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി സംഘടനാ സംവിധാനം എന്ന് പറയുന്നത് ഇയാൾ ചുറ്റിട്ടാൽ നിൽക്കുന്നതും ഇയാൾ ചുറ്റിട്ടാൽ മാത്രം പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു സംഘടനയാക്കി ഇയാൾ ഇതിനെ പുനഃസംഘാടനം ചെയ്തു. ഇത് വാസ്തവത്തിൽ എന്താ അങ്ങേറ്റം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു സംഘടനാ ക്രമത്തെയാണ് ഉണ്ടാക്കിയത്. ഈ പാർട്ടിയിൽ ഇതുപോലെ ഇപ്പോഴത്തെ തളർന്നു കിടക്കുന്ന ഓരോ പാർട്ടി പുറത്തുണ്ടാൽ അവൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഉണ്ടെങ്കിൽ അതിന്റെ അവസാനത്തെ വരി ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. അവസാനത്തെ വരിയിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മാർക്സും എംഗൽസും വ്യക്തമാക്കിയിരിക്കും. സപ്പോർട്ട് എന്താണെന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. സ്വന്തം അഭിപ്രായങ്ങളെയും ലക്ഷ്യങ്ങളെയും മൂടിവെക്കുന്നതിനെ കമ്മ്യൂണിസ്റ്റുകാർ വെറുക്കുന്നു. അടിവരെയാണ് കേട്ടാ. സ്വന്തം അഭിപ്രായങ്ങളെയും ലക്ഷ്യങ്ങളെയും മൂടിവെക്കുന്നതിനെ കമ്മ്യൂണിസ്റ്റുകാർ വെറുക്കുന്നു. ഇതാണ് കാരണം. അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ അത്രമേൽ സത്യസന്ധരായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് ജനങ്ങളോട് പറയണം, കമ്മിറ്റിയിൽ പറയണം. ഇതാണ് അതിന്റെ ജനാധിപത്യ രീതി. അതായത് നിങ്ങൾക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ ചെയ്തു വന്നതോ ഇയാൾ ചെയ്തു വന്ന പാർട്ടി സെക്രട്ടറി ആയ കാലം തൊട്ട് ഈ കഴിഞ്ഞ ഇന്നലെ വരയ്ക്കുന്ന തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയം മെഴുകിപ്പോയി, നമ്മുടെ 10 വരെ തൂറ്റി മെഴുകിപ്പോയിരിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ മുഴുവൻ ഒളിച്ചു വെക്കുകയാണ് ഇയാൾ ചെയ്തത്. ഈ ഒളിച്ചു വെക്കലിലൂടെ കടത്തിയത് എന്താണ്? ഒളിച്ചു വെക്കൽ മുഴുവൻ തന്നെ കളവും നെറുകേടും വഞ്ചനയും ചതിയുമാണ്. ഇയാൾ നിർബാധം എന്നോട് ഒളിച്ചു കടത്തിയത്. ഈ ഒളിച്ചു കടത്തിയതിന്റെ ഭാഗമായാണ് ഈ പറയുന്ന മുഴുവൻ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നെ നോക്കുക. ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യം, ഞാൻ മുന്നണി ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് ധൈര്യമുണ്ടോ? ഈ മനുഷ്യനെ വീണ്ടും നിർത്തിയിട്ട് മൂന്നാമത്തെ ഒരു ഭരണ തുടർച്ചക്ക് തെരഞ്ഞെടുപ്പിൽ നേരിടാൻ ഈ പാർട്ടികൾക്ക് ധൈര്യമുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് ഞാൻ ചാലഞ്ച് ചെയ്യാണ്, വെല്ലുവിളിക്കുകയാണ് ഞാൻ. ധൈര്യം ഉണ്ടാവും ഇവർക്ക്? ഉണ്ടാവില്ല. എന്തുകൊണ്ടായില്ലാത്തത്? ഇയാളെ കൊണ്ടു നടന്നാൽ ഇനി ഈ പാർട്ടിക്ക് ഒരു സീറ്റ് പോലും ഈ കേരളത്തിൽ ലഭിക്കില്ല എന്ന് ജനം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ഇയാളുമായി ബന്ധമുള്ളതെന്ന് പറയാവുന്ന വിശ്വസ്തരായിരിക്കുന്ന കുറെ അടിമസമാനമായിരിക്കുന്ന കക്ഷികളുണ്ടല്ലോ. ഈ അടിമസമാനമായ കക്ഷികൾ ഇയാളെ കൈയൊഴിയുന്നില്ല എങ്കിൽ ഇയാൾ അനുഭവിക്കാൻ പോകുന്ന പ്രതിസന്ധി തന്നെയാണ് ഇവരെയും കാത്തിരിക്കുന്നത്. ഇയാളെ ജനം എത്രമാത്രം തൂത്തുറഞ്ഞുവോ അത്ര തന്നെ ഇവരെയും തൂത്തുറയും. അത് MP ഉൾപ്പെടെയുള്ളവർ, ശ്രദ്ധിക്കേണ്ട KK രാജൻ, അതുകൊണ്ട് കീഴിലുള്ള സാധാരണ ഒരു ബ്രാഞ്ച് സെക്രട്ടറി വരെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇനി ഇയാളെ കൊണ്ടു നടക്കുക നിങ്ങൾക്ക് സാധ്യമല്ലാതായി തീർന്നിരിക്കുന്നു. ഈ സാധ്യമല്ല. എത്ര ആളുകൾ മുന്നറിയിപ്പ് നൽകിയാണ്. ഈ മുന്നറിയിപ്പ് ഓരോ തവണ നൽകുന്ന സമയത്തും അവരെ മുഴുവൻ തന്നെ കുലം കുത്തിയെന്നും അവരെ മുഴുവൻ തന്നെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തപ്പോ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് എന്താണ്? ഈ കേരളത്തിലെ ചരിത്രത്തിൽ രാജ്യമായാലും ഇത്രയും ഭീകരവും ദയനീയവും ദാരുണവുമായ രീതിയിൽ പടഞ്ഞു വീണിട്ട് ഈ ലെഫ്റ്റ് മൂവ്മെന്റ് പ്രത്യേകിച്ച് CPI പടഞ്ഞു വീണത് ആരാണ് ഇതിന് ഉത്തരവാദി? കോൺഗ്രസ് ആണ് ഉത്തരവാദി? BJP ആണ് ഉത്തരവാദി? ഒരാളുമല്ല ഉത്തരവാദി. ഈ പറയുന്ന ഒരൊറ്റയാൾ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്ന സർവ്വമാനത പാടിത്തരങ്ങൾക്കും ധിക്കാരങ്ങൾക്കും അഹന്തകൾക്കും പൊതുജനം നൽകിയിരിക്കുന്ന തിരിച്ചടിയാണ്. ഞാൻ എത്രയോ തവണ അയ്യപ്പദാസുമായി സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണിത്. സ്വന്തം പാർട്ടിയിൽ നിന്നാക്കുന്ന ആളുകൾ മുഴുവൻ തന്നെ ഈ പാർട്ടിക്കെതിരായിട്ട് വോട്ട് ചെയ്യും. എന്തിനു വോട്ട് ചെയ്തു? ഒറ്റ വിഷയത്തിന്റെ മേലെയാണ്. ഈ പാർട്ടി നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ പാർട്ടിക്കും ഓരോ CPM-കാരനും വോട്ട് ചെയ്ത് കാണുന്നവരെയോ UDF-ലാണ് വോട്ട് ചെയ്തത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര ദയനീയമായിരിക്കുന്ന പരാജയം പഞ്ചായത്തുകൾക്കടക്കം വരുന്നത്? പഞ്ചായത്തുകൾക്ക് നോക്കുക. ഈ പറയുന്ന ആൾ നിൽക്കുന്ന അതേ വാർഡിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ഈ വാർഡിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന്റെ സ്ഥാനാർത്ഥിയായ CPM-ന്റെ ഒരു വസന്തേജിയാണ് ഇവിടെ മത്സരിച്ചത്. 32 വോട്ടിനാണ് ജയിച്ചത്. BJP-യുടെ സ്ഥാനാർത്ഥി കൃത്യമായിരിക്കുന്ന വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് പോലും അവര് പിന്നെ ജയിച്ചത് 32 വോട്ടിനാണ്. ഈ 32 വോട്ടിന് ഈ പറയുന്ന വാർഡിനകത്ത് തന്നെ പെടാവുന്ന പ്രമുഖരായിരിക്കുന്ന കോൺഗ്രസ് നേതാവുണ്ട്. അയാൾ വോട്ട് ചെയ്തിട്ടില്ല. അയാൾക്ക് വയ്യ എന്നുള്ള വേണമെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞിട്ട് പക്ഷേ അയാളുടെ ഭാര്യ വോട്ട് ചെയ്തിട്ടില്ല. അയാളുമായി ബന്ധമുള്ള എനിക്കറിയാവുന്ന 10-25 ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. അത് മാത്രവുമല്ല, എന്റെ വീടിന്റെ ഈ പരിസരത്ത് തന്നെ കേവലം ഏതാണ്ട് 38ഓളം വരുന്ന കള്ളവോട്ടുണ്ട്. ഇവിടെ 38 കള്ളവോട്ടുണ്ട്. അതിൽ പലതും എന്താ പറയുക, നേരത്തെ വിവാഹിതരായി പോയവരാണ്, മരിച്ചുപോയവരുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ വരുന്ന 38 കള്ളവോട്ടുകൾ എന്റെ ഈ പറമ്പിന് ചുറ്റുപടുത്ത് മാത്രമായിട്ട് 38 കള്ളവോട്ടുണ്ട്. ഈ കള്ളവോട്ടിന്റെ ഈ പിൻബലത്തിലാണ് ഈ പറയുന്ന 32 വോട്ടിന്റെ പിൻബലത്തിൽ ഇവിടെ ഇപ്പോൾ ജയിച്ചത്. ഇത് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം മഹത്തായ വിജയം എന്നാണ് പറയല്ലേ? സത്യമല്ലേ പറയുന്നത്? ഇതുപോലെയാണ് മിക്ക സ്ഥലങ്ങളിലും. ഈ വേങ്ങാട് പഞ്ചായത്തിന് തൊട്ടപ്പുറത്ത് വെക്കുന്ന തൊട്ടപ്പുറത്തെ വാർഡ് പിന്നെ UDF സ്ഥാനാർത്ഥി വരുന്നത് കേവലം 6 വോട്ടിനാണ്. വെറും 6 വോട്ടിന്. വേറെ സ്ഥലത്ത് പോയിട്ട് 10 വോട്ടിന്. അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, പൊതുജനം മുഴുവൻ തന്നെ ഈ പറയുന്ന സംവിധാനത്തിന് എതിരായി ചിന്തിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ട് ഇത് ഒറ്റ വിഷയം മാത്രം. അപ്പോഴാണ് എം എം മണിയെ പോലത്തെ എം എം മണിയെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പാറപ്പുറത്തെ പിന്നെ വാർഷികത്തിൽ ഈ എം എം മണിയെ ഇയാൾ കൊണ്ടുവന്നത് ഇയാളാണ്. ഈ മുഖ്യമന്ത്രിയാണ് കൊണ്ടുവന്നത്. ആർഭാടപൂർവ്വം കെട്ടിവെച്ചോളൂ. ആര്? എം എം മണിയെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിന്റെ പിന്നെ വാർഷികത്തിൽ പ്രസംഗിക്കാൻ കൊണ്ടുവന്നതാണ്. ഒരു ചരക്കിനെയാണ് ഈ എം എം മണിയെ. ആരെങ്കിലും സെൻസുള്ള ഒരാൾ കൊണ്ടുവരുമോ? ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുമോ? അതായത് പൊതുജനങ്ങൾക്ക് അസ്വീകാരനായിരിക്കുന്നയാൾ, പൊതുജനങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇഷ്ടമല്ലാത്ത ആളുകളെ കൊണ്ട് പൊതുജനത്തെ അടിച്ചേൽപ്പിക്കുന്ന മാരകമായ പ്രവൃത്തി ചെയ്യുന്നതിൽ അയാൾ ക്രൂരമായ ആനന്ദം കണ്ടെത്തി. ഈ ആനന്ദം കണ്ടെത്തിയതിന്റെ ഫലമാണ് ഈ പാർട്ടി ഇങ്ങനെ ഈ രീതിയിൽ നശിച്ചു പോയത്. ഈ നശിച്ചു പോയാൽ ഇയാൾക്ക് വല്ല നഷ്ടമുണ്ടോ? ഒരു നഷ്ടമില്ല. ഇനി നിങ്ങൾ ഇതിനേക്കാൾ ഗൗരവമേറിയിരിക്കുന്ന ഒരു വിഷയം നിങ്ങൾ എടുത്തു നോക്ക്. അത് എടുത്തു നോക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് BJP നിർണായകമായ ശക്തിയായി ഒറ്റക്കൂറും ഭരിക്കാൻ പോകും. 50 സീറ്റ് നേടി ഒറ്റക്ക് ഭരിക്കുന്നു. ഇവിടെ ഭരിക്കുന്ന അതിനകത്ത് ഒരു രജിസ്ട്രേഷൻ വരണമെങ്കിൽ ആരുടെ കൂടെ നിൽക്കണം? കോൺഗ്രസിന്റെ കൂടെ നിൽക്കണം. നോക്കട്ടെ, ഈ കോൺഗ്രസിന്റെ കൂടെ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദേശീയ രാഷ്ട്രീയത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണത്, അല്ലെ? കോഴിക്കോട് കോർപ്പറേഷൻ ലെവലിലേക്ക് എന്ത് വേണം? ഈ സംവിധാനം വേണ്ടേ? കൊല്ലത്ത് വരണമെങ്കിൽ ഈ സംവിധാനം വേണ്ടേ? അതിനർത്ഥം എന്താണ്? ഇയാള് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ഇയാൾ ചെയ്ത പണി എന്താ? ഒറ്റ പണിയായി ഇയാൾ എടുത്തത്. ആ എടുത്ത പണി എന്താന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഇന്ത്യ മുന്നണി എന്ന സംഭവത്തെ പൊളിക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇയാൾ നടത്തിയത്. അതെന്തിനാണ്? സത്യത്തിൽ BJP സഹായിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണ്. ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് വാസ്തവത്തിൽ എവിടെ കൊണ്ടുവന്നിരുന്നത്? തിരുവനന്തപുരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് ഇയാൾ പയറ്റിയത് അവിടെയാണ്. പക്ഷേ കെ മുരളീധരൻ വളരെ കൃത്യമായി KPCCയുടെ സംഘടനാ ചാർജ് കൊടുത്തിട്ട് അവിടെ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനം നടത്തിയപ്പോൾ അതിന്റെ പ്രതിഫലനം എന്തായി അറിയോ? ആ പ്രതിഫലനം CPM-ന്റെ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന നിർണായകമായ ചില വാർഡുകൾ കോൺഗ്രസ് പിടിച്ചെടുത്തു. അത് പിടിച്ചെടുത്തോടെ എന്തായി തീർന്നു? CPM ബഹുദൂരം പുറകോട്ടേക്ക് പോകുന്ന അവസ്ഥ വന്നു. ഈ പുറകോട്ടേക്ക് പോകുന്ന അവസ്ഥ വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ജോയ് എന്ന് പറയുന്ന ഒരു CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഈ തിരുവനന്തപുരത്തുള്ള അയാൾ പറയുന്ന അതേ സംഭവമാണ് പിന്നീട് ഇപ്പൊ അവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയാണ് എന്ന് CPM-നെ പ്രചരിപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട സംഭവമുണ്ട്. ഈ ജോയിയുടെ വാർഡിൽ ആരാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്? ജോയ് താമസിക്കുന്ന വാർഡിൽ അവിടെ ജയിച്ചത് BJP-യാണ് ജയിച്ചത്. ഈ സാധനം ഗോവിന്ദൻ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഏതൊക്കെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? അതിനർത്ഥം എന്താണ്? ഇതൊക്കെ മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരിക്കുന്ന പദ്ധതിക്കകത്ത് തിരുവനന്തപുരത്ത് വളരെ കൃത്യമായി കോൺഗ്രസ് മറ്റൊരു രീതിയിൽ ജനാധിപത്യപരമായി കടന്നു കയറിയപ്പോൾ പകച്ചുപോയത് വാസ്തവത്തിൽ ആരാണെന്ന് പറഞ്ഞാൽ പിന്നെ CPIM-ആണ്. ആ CPI അതിന്റെ ജാള്യത മറക്കാനാണ് ഈ രീതി ഉണ്ടാക്കുന്ന പ്രചരണം നടത്തുന്നത്. ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഇതിനർത്ഥം എന്താണെന്നറിയോ? ഇയാളുടെ ശരീരഭാഷയും ഇയാളുടെ വിവരക്കേടും കോപ്പിയടിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായി വന്നിരിക്കുന്ന വളരെ സ്വാഭാവികമായിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ്. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമല്ല, പൊതുവിലല്ല, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഏകമാർഗം ഇയാളെ കൈയൊഴിയുക എന്നുള്ളതാണ്. ഇയാളെ കൈയൊഴിയാതെ ഉളുപ്പുണ്ടെങ്കിൽ ഇയാൾ എന്ന് പറഞ്ഞാൽ രാജിവെക്കേണ്ടതാണ്. ഉളുപ്പുണ്ടെങ്കിൽ ഇയാൾ രാജിവെച്ച് കൈയൊഴിയണം. അതോടൊപ്പം തന്നെ ഗോവിന്ദൻ രാജിവെക്കണം. നെറുകേടും മുണയും ഇയാൾക്ക് വേണ്ടി വിളിച്ചു പറയല്ല. എന്താണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോളിപ്പുറവ് പറഞ്ഞത്? അയാൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് എന്താ ചെയ്തിട്ടുള്ളത്? ഒരു പാർട്ടി സെക്രട്ടറി എന്ന് കാണിക്കുന്ന ഉത്തരവാദിത്ത ബോധമുണ്ട്. ആ ഉത്തരവാദിത്ത ബോധം എന്തൊക്കെ ഉത്തരവാദിത്ത ബോധം ഇയാൾ ഈ ഗോവിന്ദൻ കാണിച്ചിട്ടുണ്ടോ? സർവ്വ വിവരക്കേടുകൾക്കും സർവ്വ ചതികൾക്കും വഞ്ചനകൾക്കും അയാൾ വളരെ കൃത്യമായി കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇതിന്റെ ഫലം എന്തായി? കേരളത്തിൽ കഴിഞ്ഞ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയ കാലം തൊട്ട് ഇന്നലെ വരെ ഉണ്ടാക്കുന്ന കാലയളവ് വരെ മുഴുവനായി ഉപയോഗിച്ചതാണെന്നറിയോ? ഏറ്റവും അധാർമികവും ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമാണ് ഇയാൾ സമയം കണ്ടെത്തിയത്. അതിനർത്ഥം എന്താണ്? പൊളിറ്റിക്സ് സംസാരിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ ഇക്കിളിപ്പെടുത്തുന്ന സംഭവങ്ങൾ എന്നിട്ടോ അത് പ്രത്യേകിച്ചും ലൈംഗികമായിരിക്കുന്ന കാര്യങ്ങൾ, പിന്നെ വരുന്നത് എന്താണ്? ആഭിചാരങ്ങൾ, പിന്നെ വരുന്നത് എന്താണ്? വലിയ തീവട്ടി കൊള്ളകളാണ്. ഇത്തരം സംഭവങ്ങൾ വളരെ വ്യാപകമായ ഒരു ചർച്ച നടത്താൻ വരും. ഈ ചർച്ച നടത്തി ഒരുപാട് എന്തായി തീർന്നറിയോ? കേരളത്തിലെ പൊതുജനങ്ങളുടെ പൊതുവായിരിക്കുന്ന രാഷ്ട്രീയ ആരോഗ്യത്തെയാണ് വാസ്തവത്തിൽ ഇയാളും സംഘവും ചേർന്ന് ഇല്ലാതാക്കിയത്. അതോടൊപ്പം എന്ത് സംഭവിച്ചു? നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ സമ്പൂർണ്ണമായി നശിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു.
ഈ കേരളത്തിന് ഇത്രമാത്രം ധാർമ്മിക മൂല്യങ്ങളെ വെല്ലുവിളിച്ചിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഈ പറയുന്ന പേരാണ്, ഈ വിജയന്റെ പേരാണ് പറയുന്നത്. ധാർമ്മിക മൂല്യങ്ങളെ സമ്പൂർണ്ണമായി ചവിട്ടി പതിച്ചാൽ കാറി തുപ്പിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് വാസ്തവത്തിൽ അത് ഈ പറയുന്ന വിജയൻ തന്നെയാണ്. അതിന്റെ ഫലം എന്താണ്? അതിന്റെ ഫലമാണ് നിങ്ങൾ ആലോചിക്കട്ടെ, ഇവർ ആരെങ്കിലും ഒരാൾ വളരെ മാന്യമായ ജനങ്ങളോട് എപ്പോഴും സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കുന്നത് കണ്ടിട്ടില്ല എന്നുള്ളതിന്റെ പ്രത്യക്ഷവും ഏറ്റവും എന്താ പറയുക സങ്കടകരവുമായ ഉദാഹരണമാണ് ആശാവർക്കറുമാണ് സമരം. ആശാവർക്കറുമാണ് 30 രൂപ 33 രൂപ മാത്രം കൂട്ടിക്കൊടുത്ത് പറ്റിച്ചപ്പോ അപഹസിച്ചപ്പോ പരിഹസിച്ചപ്പോ അന്ന് കേരളം വിധിയെഴുതിയതാണ് നിനക്ക് വേണ്ടുന്ന സംഭവം ഞങ്ങൾ തരുന്നുണ്ട് എന്ന്. ഞങ്ങൾ തരുമെന്ന്. ആ തരുന്നത് എന്താ അറിയാം? കേരളത്തിന്റെ പൊതു ധാർമ്മിക ബോധത്തിന്റെ വിശപ്പെന്ന സംഭവത്തോടുണ്ടായിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും ധീരമായ പ്രഖ്യാപനവും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി സെലക്ഷനകത്ത് സമ്പൂർണ്ണമായിട്ട് നിരന്ന് തകർന്നു പോയത്. ഈ തകർന്നു പോകുന്ന തകർച്ചയെ മറികടക്കാൻ ഇപ്പൊ ഇവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ എന്താണെന്ന് പഠിക്കട്ടെ. എന്താണ് മിസ്റ്റർ അയ്യപ്പദാസ് ഇവർക്ക് പഠിക്കാനുള്ളത്? എന്താണ് പഠിക്കാനുള്ളത്? ഈ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? പരാജയം ഇന്നതുകൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് പൊതുജനങ്ങളോട് പറയാനാണ്. അതായത് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തോൽപ്പിച്ചത് എന്ന്. അതിനർത്ഥം എന്താണ്? ഇയാളെ സേഫ് ഗാർഡ് ചെയ്യണമെന്ന് പറഞ്ഞ ബോധപൂർവമായ ഒരു നിലപാടിന്റെ ഭാഗമാണത്. അത് തിരിയാൻ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേരണോ? സെക്രട്ടേറിയറ്റ് യോഗം ചെയ്ത് അത് സംഘടനാപരമായ ക്രമീകരണമാണ്. ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും തകർന്നടിയാനുണ്ടായ ഒരു കാരണം അന്വേഷിച്ച് കണ്ടെടുത്തതേയുള്ളൂ. സാമാന്യ ബുദ്ധികൾ ഏത് കുട്ടിയോട് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരവാദി ആരാണെന്ന് പ്രാഥമികമായി അത് ഈ മനുഷ്യൻ മാത്രമാണ്. രണ്ടാമതേ പാർട്ടി വരുന്നുള്ളൂ. ആദ്യത്തെ ഉത്തരവാദികളാണ്. പാർട്ടിയെ ഈ രീതിയിൽ കുളത്തിലാക്കിയതും നശിപ്പിച്ചതും ഇയാളാണ്. കാരണം പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടി ഇങ്ങനെ ഇയാൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇത് ഇയാൾ മുഴുവൻ ചെയ്ത് എന്തിനാണ്, എങ്ങനെയാണ് ചെയ്തത്? അതിന്റെ ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞത് എന്തിനാണ് ഈ സാധനം ഇയാൾ ചെയ്തു വെച്ചത്? ഒറ്റക്കാലത്തിന് അഴിമതി, സർവത്രമായ അഴിമതി, ഭീകരമായ അഴിമതി. ഈ അഴിമതിയുടെ പേരെ അയാൾക്ക് ഇഷ്ടംപോലെ കേസുകൾ വന്ന് കിടക്കുകയാണ്. അധികാരമില്ല എങ്കിൽ ഉറപ്പ് കട്ടായം ഇയാൾ ജയിലിലാണ്. ഭാര്യ ജയിലിലാണ്. ഇയാൾ മക്കളും ജയിലിലാണ്. ഇത് കാലവും ചരിത്രവും അയാളുടെ മുമ്പിൽ കാത്തുവച്ചിരിക്കുന്ന മനോഹരമായ ഒരു വിധിന്യായമാണ്. അതാണ് ആ ജഡ്ജ്മെന്റ് നടത്തുന്ന സംഭവത്തെ പരമാവധി ദീർഘിപ്പിക്കുക. ഈ പരമാവധി ദീർഘിപ്പിക്കാനാണ് സത്യത്തിൽ ഇയാൾ ഈ അധികാരം മുഴുവൻ ഉപയോഗിച്ചത്. ഈ അധികാരം മുഴുവൻ ഉപയോഗിച്ച് ചെയ്തു വെച്ചത് എന്താണ്? 3500 രൂപ കൂടുതൽ കടക്കല്ലേ അവസാനം പറഞ്ഞല്ലേ? 3500 രൂപ കൂടുതൽ കടക്കല്ലേ ഈ പറഞ്ഞ മണി പറഞ്ഞത്? നമ്മുടെ മറുഭാഷയിൽ പറഞ്ഞാൽ വളരെ മോശമായിരിക്കുന്ന ഭാഷയാണത്. വളരെ മോശമായി അറപ്പുണ്ടാക്കുന്ന ഭാഷയാണ്. ഈ ഭാഷയാണ് ശരിക്കും ഇവരും പറഞ്ഞത്. ഇവരാരും പറഞ്ഞ പൊതുജനത്തിന്റെ വിഷമതകളെ, ദാരിദ്ര്യങ്ങളെ, നിസ്സഹായതകളെ, ആകുലകളെ, വിഹ്വലതകളെ അത് മുഴുവൻ തന്നെ പർച്ചേസ് ചെയ്തിട്ട് കാശ് കൊടുത്ത് വാങ്ങിയാൽ വോട്ടായി മാറുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷി എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം വിവരക്കേട് കളിക്കുന്ന ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോകത്തിൽ ഉണ്ടാവോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവോ? അപ്പൊ അത്തരം ഒരു അവസ്ഥയിലേക്ക് ഇത് വന്നു കഴിഞ്ഞപ്പോൾ ലഭിച്ചിരിക്കുന്ന വളരെ സ്വാഭാവികമായിരിക്കും സംഭവമാണ്. അവിടെ പാർട്ടിയുടെ മുമ്പിൽ ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. അടിച്ച് പുറത്താക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന തെരഞ്ഞെടുപ്പിനെ പോലും ഫേസ് ചെയ്യാൻ കഴിയില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ 3ാം തവണയും ഇയാളെ സ്ഥാനാർത്ഥിയാക്കി, ഇയാളെ ചീഫ് ഒപ്രഗേറ്ററാക്കി, മുഖ്യമന്ത്രിയാക്കി അവതരിപ്പിച്ചുകൊണ്ട് 3ാം തവണയും തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെടുക്കും. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞത് ധൈര്യമുണ്ടോ? ഗോവിന്ദൻ വ്യക്തമാക്കണം. ധൈര്യമുണ്ടെങ്കിൽ ഗോവിന്ദൻ പറയട്ടെ. കഴിയില്ല എന്ന് 100% ഉറപ്പാണ് മുഴുവൻ ആളുകൾക്കും. അത്രമാത്രം ഈ പാർട്ടിയെ പരിഹാസ്യമാക്കിയിരിക്കുന്ന ഒരാൾക്ക് കാലവും ചരിത്രവും കൊടുത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ഉജ്ജ്വലമായിരിക്കുന്ന ഒരു സംഭവമാണ് വാസ്തവത്തിൽ മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറഞ്ഞത്. അത് ശരിക്കും എന്താ അറിയോ? അത് ജനാധിപത്യ കേരളം പ്രതീക്ഷിച്ചതാണ്. അതാണ് ഞാൻ പറയുന്നത്. അത്രമാത്രം ഡ്രോമയാണ് ഇയാൾ കേരളത്തിൽ പൊതുമനസ്സിന്റെ മേൽ അടിച്ചേൽപ്പിച്ചത്. നിങ്ങൾ മനസ്സിന്റെ സംബന്ധം കൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്നത് ഞാൻ സൈബദാസോടെ പറഞ്ഞാണ്. എന്റെ ഗ്രാമത്തിനകത്ത് BP പേഷ്യൻസിന്റെ എണ്ണം എത്രയാണെന്ന് എടുത്തു നോക്കിയാൽ അനിയന്ത്രിതമായി വർദ്ധിച്ചിരിക്കുന്നു. ഈ പിണറായിയിൽ അനിയന്ത്രിതമായി വർദ്ധിച്ചിരിക്കുന്നു. BP പേഷ്യൻസിന്റെ എണ്ണം എന്തുകൊണ്ട്? സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. പറഞ്ഞാലോ അന്നേരം പാർട്ടി വിരുദ്ധനാണ്. ഞാൻ പറയുന്നത് അത് വേറെ വിഷയം. മിക്ക ആളുകളും പറയില്ല. ഇത് പറയാതിരിക്കാൻ മാത്രം വീർപ്പ് കൂട്ടി കഴിഞ്ഞിരിക്കുന്ന മനുഷ്യന്മാരുടെ പൊതുവായിരിക്കുന്ന അവരുടെ അണവട്ടിയൊടുങ്ങിയിരിക്കുന്ന സന്തോഷ പ്രകടനമായിരുന്നു വാസ്തവത്തിൽ ഈ UDF നേടിയിരിക്കുന്ന ഈ അത്യുജ്വലമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലാൻഡ് സ്ലൈഡ് വിക്ടറി. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്.